നേരത്തെ ഈ വിഷയവുമായി ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിരുന്നു. വീണ്ടും ഇത് ചെയ്യാൻ കാരണം ഇന്നലെ ഹുസൈൻ മടവൂർ റഹീമിൻ്റെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും കുശലാന്വേഷണങ്ങൾ നടത്തുന്നതും മായ ഒരു വീഡിയോ കാണാനിടയായി. അതുകൊണ്ട് ഒന്നുകൂടി ചെയ്യാമെന്ന് കരുതി. റഹീമിൻ്റെ വീട്ടിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് നിലക്കുന്നില്ല. അത് നിർബാധം തുടരുകയാണ്. അതിൻ്റെ അവസാനത്തെ കണ്ണിയാണോ ഹുസൈൻ മടവൂർ എന്നറിയില്ല. ഏതായാലും ഹുസൈൻ മടവൂരും ഈ കൊലയാളിയെ സന്ദർശിക്കുകയും വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നതാണ് ഇന്നലെ കണ്ടത്. എന്തായിരുന്നു റഹീം ചെയ്ത ഇത്രയും മഹത്തായ, എല്ലാവരും ഇപ്പോഴും സന്ദർശിച്ചു കൊണ്ടിരിക്കാൻ കാരണമായ, ഇപ്പോഴും പല ഓഫറുകളും റഹീമിന് നൽകിക്കൊണ്ടിരിക്കുവാൻ കാരണമായത് എന്നാലോചിക്കുമ്പോൾ എവിടെയോ ഒരു പിശക് തോന്നുന്നു. കാരണം ഒരു അറബി പയ്യനെ, അല്പം അംഗവൈകല്യമുള്ള ഒരാളെ നോക്കുന്ന വിശക്കാണ് റഹീമിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന ശേഷം ജോലി മാറ്റിക്കൊടുത്തതൊന്നുമല്ല. ഈ അറബി പയ്യനെ അവൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, പാർക്കിൽ കൊണ്ടുപോവുക, ഇതൊക്കെയായിരുന്നു റഹീമിനെ ഏൽപ്പിച്ചിരുന്ന ജോലി. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് റഹീമും ഈ അറബി പയ്യനുമായി ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത്. അറബി പയ്യന് റഹീമിൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. അറബി പയ്യന്മാർ സാധാരണ ചെയ്യുന്ന പോലെ റഹീമിൻ്റെ മുഖത്തേക്ക് ഈ പയ്യൻ തുപ്പി. അതിൽ കുപിതനായ റഹീം ഈ പയ്യൻ്റെ അവസ്ഥയും ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കാതെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമായാണ് അറബി പയ്യൻ മരിക്കുന്നത്. ഇങ്ങനെ ഒരു അബദ്ധം ചിലപ്പോൾ ആർക്കും പറ്റാം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അത് ഒന്നുകിൽ നേരെ അറബി പയ്യൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ പോയി ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അതിന് പകരം റഹീം ഈ പയ്യനെയുമായി മറ്റൊരു മലയാളിയുടെ അരികിൽ പോയി ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കുതന്ത്രം മെനയുകയായിരുന്നു. ഇതൊരു സുഡാനി ആക്രമിച്ചപ്പോൾ സംഭവിച്ചതാണ് എന്ന് വരുത്താനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ പോലീസ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അവസാനം റഹീം കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അബദ്ധത്തിലായാലും മനഃപൂർവ്വമായാലും ഇവിടെ നടന്നതൊരു കൊലയാണ്. ഇങ്ങനെ കൊലപാതകം ചെയ്ത ഒരാളെ അവിടെ നീണ്ട കാലാവധി തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. പിന്നീട് കാലാവധിക്ക് ശേഷം വധിക്കുവാനും വിധിയുണ്ടായിരുന്നു. ആ വധത്തിൽ നിന്ന് ഒഴിവായി കിട്ടുവാനാണ് ഇവിടെ ബോച്ചയടക്കമുള്ളവർ വലിയ പണപ്പിരിവിന് നേതൃത്വം നൽകുകയും വേണ്ടിയിരുന്ന 33-34 കോടിക്ക് പകരം അതിലേറെ കോടികൾ ഇവിടെ പിരിഞ്ഞു കിട്ടുകയും ചെയ്തത്. അങ്ങനെ ദിയാവധം നൽകി റഹീമിനെ മോചിപ്പിച്ചു. റഹീം നാട്ടിലെത്തിക്കഴിഞ്ഞു. അവിടെ അവസാനിക്കേണ്ട റഹീമിൻ്റെ വഴിക്ക് വിടേണ്ട ഒരു കാര്യം മലയാളികൾ വിടുന്നില്ലെന്ന് മാത്രമല്ല, ഈ കുറ്റകൃത്യം ചെയ്ത റഹീമിനെ വലിയ ഒരു താരപരിവേഷം നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതും ഈ വീഡിയോ ചെയ്യാൻ കാരണം ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ഒരാൾ ഈ റഹീമിനെ അഭിനന്ദിക്കുവാൻ, ചെയ്ത കാര്യത്തിന് അഭിനന്ദനം അറിയിക്കുവാൻ വേണ്ടി റഹീമിൻ്റെ വീട്ടിലെത്തിയ വീഡിയോ കണ്ടപ്പോൾ മാത്രമാണ്. നേരത്തെയും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് വലിയ ഒരു സംഭവം തന്നെയാണ്. ഒരു കൊലപാതകം ഏത് രൂപത്തിലായാലും നടത്തിയ ഒരാൾക്ക് ഇത്രമാത്രം പിന്തുണ നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് പലരെയും അവനെ കൂക്കിക്കൊല്ലണം, അവനെ വെട്ടിക്കൊല്ലണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മനസ്സ് ഇത്ര വിശാലമാണ്. ഏത് കുറ്റം ചെയ്താലും അവനെ മോചിപ്പിക്കലാണ്, അതിനുശേഷം അവന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കലാണ്
വേണ്ടത് എന്നാണ് മലയാളിയുടെ മനസ്സിലുള്ളത് എന്നാണ് ഇക്കാര്യം കൊണ്ട് നിന്ന് മനസ്സിലാവുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇനിയും ഒരുപാട് മലയാളി സഹോദരന്മാരുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഇന്ന് പോയവരിൽ പലരും ഇവിടുത്തെ നല്ല സുജാഹികളാണ്, പോക്കിരികളാണ്. അവരൊക്കെ ഗൾഫിൽ പോയി ശാന്തമായി ജീവിച്ച് അധ്വാനിച്ച് നാട്ടിലേക്ക് പണമയക്കാൻ കാരണം അവിടുത്തെ 6-ാം നൂറ്റാണ്ടിലെ നിയമമാണ്. ആ നിയമം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ പലതും അവിടെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ നിയമത്തിൻ്റെ ശക്തി കൊണ്ട്, അവിടെ നിയമത്തിൽ വെള്ളം ചേർക്കാൻ കഴിയാത്തത് കൊണ്ട്, ഇവിടുത്തെ പോലെ കോടതികൾ പ്രതികൾക്ക് വേണ്ടതിലേറെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്ന ഒരു വ്യവസ്ഥ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും അവിടെ നടക്കാത്തത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരം ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇനിയും ഒരുപാട് സഹോദരങ്ങൾ ഗൾഫ് രാജ്യങ്ങളുണ്ട്. അവർക്ക് എത്രമാത്രം പ്രോത്സാഹനം നൽകേണ്ടതുണ്ടോ എന്ന് ഈ സന്ദർശിക്കാൻ പോകുന്നവരും, ഇനി ഈ ബാക്കിയുള്ള 14 കോടിയോളം ബാക്കി കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇനിയും വീടെടുത്ത് കൊടുക്കാനും കാറെടുത്ത് കൊടുക്കാനുമൊക്കെ മുതിരുന്ന മലയാളികൾ ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കൊന്നുകൂടി പറയുവാനുള്ളത്.